ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന ഇഞ്ചമുടി മാട്ടുമൽ പ്രദേശം സന്ദർശിച്ച ജില്ലാ കലക്ടറും എംഎൽഎയും. ചിറക്കൽ കനാൽ തോട്ടിൽ നീരൊഴുക്കിന് തടസ്സമായ കുളവാഴകളും ചണ്ടിയും അടിയന്തരമായി നീക്കം ചെയ്യാൻ ഇറിഗേഷൻ വകുപ്പിന് ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. ശക്തമായ കാലവർഷത്തെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ് ഇഞ്ചമുടി മാട്ടുമൽ പ്രദേശത്ത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഇഞ്ചമുടി മാട്ടുമൽ മേഖല. ഗീതാഗോപി എംഎൽഎ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ ദുരിതാവസ്ഥ മനസ്സിലാക്കാൻ ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശനം നടത്തിയത്. പ്രളയകാല അനുഭവങ്ങൾ മുൻനിർത്തിയുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുകയായിരുന്നു സന്ദർശന ലക്ഷ്യം. ചിറക്കൽ തോടിൽ നിറഞ്ഞ ചണ്ടികളും കുളവാഴകളും മേഖലയിൽ കനത്ത വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ചിറക്കൽ കനാൽ തോട്ടിലെ കുളവാഴകളും ചണ്ടിയും അടിയന്തരമായി നീക്കം ചെയ്യാൻ ജില്ലാ കലക്ടർ ഇറിഗേഷൻ വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ ചിറക്കൽ പ്രദേശത്ത് നടന്ന സന്ദർശനം വൈകുന്നേരം വരെ നീണ്ടു. സ്ഥിരമായുള്ള ഷട്ടർ നിർമ്മാണം സംബന്ധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഇറിഗേഷൻ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചു. ഇതിനാവശ്യമായ ഭരണാനുമതി ലഭ്യമായിട്ടില്ല. എന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമായത് കണക്കിലെടുത്ത് അടിയന്തരമായി ഇവ നീക്കം ചെയ്തു തുടങ്ങിയതായും കലക്ടർ പറഞ്ഞു. ബഹുമാനപ്പെട്ട എംഎൽഎ ഓൾറെഡി ഇവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2 കാര്യങ്ങളാണ് ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ലോങ് ടേമിൽ ചെയ്യേണ്ട കുറച്ച് ഷട്ടറിന്റെ കാര്യം ഇവിടെ പ്രസിഡന്റും എംഎൽഎ ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഇറിഗേഷന്റെ അടുത്ത് എസ്റ്റിമേറ്റ് ആക്കാനായിട്ട് പറയാം. രാവിലെ ഞാൻ ഇറിഗേഷനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരുടെയാണ് ശരിക്കും ഈ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യേണ്ട ജോലിയുള്ളത്. അപ്പൊ അവരുടെ അടിയന്തരമായിട്ട് ഇപ്പൊ ഒരു കൊട്ടേഷൻ ക്ഷണിച്ചിട്ട് ഒരു വണ്ടി ബാർജിപ്പ് ഇവിടെ റിമൂവൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടിയന്തരമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതുകൊണ്ട്. പക്ഷെ ഓൾറെഡി അവർ ഇതിന്റെ എസ്റ്റിമേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അവർ ഗവൺമെന്റിലേക്ക് അയച്ചു. അവിടെ നിന്ന് ഏസ് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലായത്. രാവിലെ തന്നെ ഞാനത് ഇറിഗേഷന്റെ സെക്രട്ടറിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാർ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളം കയറിയ സാഹചര്യത്തിൽ അവരിപ്പോ തന്നെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നീക്കം ചെയ്യുന്നത് ആരംഭിക്കും. തഹസീൽദാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ.പി. സന്ദീപ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വൈസ് പ്രസിഡന്റ് ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ എന്നിവരും സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. ചിറക്കൽ, ഇഞ്ചമുടി പ്രദേശങ്ങളിൽ തുടരുന്ന വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ഗീതാഗോപി എംഎൽഎ അറിയിച്ചു. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുള്ള കുടുംബങ്ങൾ സേഫ് സോണാണ്. കുറുമ്പിലെ ഗവൺമെന്റ് സ്കൂൾ 3 കുടുംബങ്ങളിലാണ് താമസിപ്പിച്ചിട്ടുള്ളത്. അവർക്കുള്ള എല്ലാ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ഇത്രയും പ്രദേശത്തെ രൂക്ഷമായിട്ടുള്ള മഴക്കെടുതിയിൽ ഏതെല്ലാം തലത്തിലാണ് ഇവിടെ പ്രശ്നാധിഷ്ഠിത മേഖല എന്ന് പരിശോധിക്കാൻ നേരിട്ട് വന്നതിൽ വളരെയധികം സന്തോഷം, അഭിമാനമുണ്ട്. ഒപ്പം തന്നെ മേജർ ഇറിഗേഷന്റെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രവർത്തികൾ അതിവേഗത്തിലാക്കണം എന്നാണ് എനിക്കിവിടെ കളക്ടറോട് ബോധ്യപ്പെട്ടത്.